ഞാൻ പെയ്ഡ് പി ആർ കൊടുത്തിട്ടില്ല. പി ആർ എന്ന് പറഞ്ഞാൽ ശോഭ പറഞ്ഞതാണോ? ശോഭയാണ് എൻ്റെ കൂടെ അകത്തോട്ട് കയറുന്നതിന് മുന്നേ തലേ ദിവസം പി ആറിന്റെ ടീമിന്റെ അടുത്തെത്തി എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എത്ര എമൗണ്ട് കൊടുത്തെന്നുള്ളത് ഞാൻ ശോഭയ്ക്ക് തീരുമാനിക്കാനായിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ശോഭയോട് ചോദിക്കണം. കാരണം എന്നെക്കാളിലും ഈ കാര്യങ്ങൾ ശോഭയ്ക്ക് അറിയാവുന്നതെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ശോഭയോട് തന്നെ ചോദിക്കേണ്ടി വരും. ഈ പി ആർ തെറ്റാണ് എന്നുള്ളൊരിത് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ പെയ്ഡ് പി ആർ ആകുമ്പോഴത്തേക്കുമാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. അല്ലാതെ ആൾക്കാരുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ തന്നെ ചിലപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ 24/7 ലൈവ് കാണുന്നവർ കുറവാണല്ലോ. അപ്പോൾ അതിനകത്ത് അവരുടെ നല്ല സൈഡോ ഒക്കെ ആൾക്കാരുടെ അടുത്തോട്ട് കൂടുതൽ എത്തിക്കണമെങ്കിൽ ചിലപ്പം കട്ടിങ്സ് ആയിട്ടുള്ള ലൈവിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള എഡിറ്റഡ് വേർഷൻസ് ചിലപ്പോൾ എടുക്കേണ്ടി വരും. എന്തായാലും വോട്ട് മറിക്കുന്ന പരിപാടിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. ആൾക്കാരുടെ അടുത്തോട്ട് എന്ത് സൈഡാണ് എത്തിക്കേണ്ടത്? പബ്ലിക് റിലേഷൻ ആണത്. അല്ലാതെ അതിനകത്ത് മോശം സൈഡ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വോട്ട് മറിക്കുന്ന പരിപാടി, ബോട്ടിൽ ഇങ്ങനെ 1,00,000 വോട്ട് മറിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കംപ്ലീറ്റ്ലി ജനങ്ങളോട്ട് എന്ത് എത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് പി ആർ.